സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണനെതിരെ തൃശൂരിലും കേസെടുത്തു. തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. 7 വനിതകൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. തട്ടിപ്പിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും പരാതിയുണ്ട്. 48 പേർക്ക് വടക്കാഞ്ചേരിയിൽ പണം നഷ്ടമായി എന്നാണ് പ്രാഥമിക വിവരം. കേസിൽ കോൺഗ്രസ് കൗൺസിലർ ബുഷറ റഷീദിനെതിരെയും പരാതി. വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂർ തൃശൂരിൽ നിന്ന് ചേരുകയാണ്. ശരത്ത്, അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിന്റെ കഥകൾ സംസ്ഥാന വ്യാപകമായി വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൃശൂരിൽ കേസെടുത്തിരിക്കുന്നു. ഒപ്പം ഇവിടെ തൃശൂർ വടക്കാഞ്ചേരിയിൽ 48 പേർക്ക് പണം നഷ്ടമായി എന്ന ആക്ഷേപണം. അവിടെ കോൺഗ്രസിന്റെ കൗൺസിലർ അടക്കം ഈ സംഭവത്തിൽ ആരോപണ വിധേയരായി നിൽക്കുന്നു. എന്താണ് സംഭവിച്ചത്? മനു, ഈ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പ് സംസ്ഥാന വ്യാപകമായി എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ്. തൃശൂർ ജില്ലയിൽ ഈ വിഷയത്തിൽ ആദ്യത്തെ കേസെടുത്തിരിക്കുന്നത് അനന്തു കൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നത് തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ്. ഇത് 7 വനിതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നത്. ഇതിൽ 4 പേർക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്യുകയും 3 പേർക്ക് ഗൃഹോപകരണങ്ങളുമാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇപ്രകാരമാണ് പണം തട്ടിയെന്നാണ് പറയുന്നത്. ഇതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ അംഗമായിട്ടുള്ള ബുഷറ റഷീദിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബുഷറ റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചു എന്നാണ് ആരോപണം. തട്ടിപ്പിൽ കൗൺസിലറുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നഗരത്തിൽ പോസ്റ്റർ പ്രചരിപ്പിച്ചിരുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ തട്ടിപ്പിൽ കൗൺസിലറുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഇത്തരത്തിൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ടവർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. 48 പേർക്ക് വടക്കാഞ്ചേരിയിൽ പണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഇതിനകത്ത് ഭൂരിഭാഗം ആളുകളെടുത്തും പണം മടക്കി നൽകാം എന്ന ഉറപ്പിന്മേല് അവർ പലരും പരാതി നൽകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. മനു, അല്ലാതെ ആരാണ് ഉറപ്പ് നൽകിയത്? അനന്തു കൃഷ്ണനാണോ? അനന്തു കൃഷ്ണൻ ഈ പണം തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ, കാരണം അയാൾ ഇപ്പോൾ ജയിലിലല്ലേ. അപ്പോൾ മറ്റാരാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്? മനു, ഇത്തരത്തിൽ ഫണ്ട് പിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബുഷറ റഷീദ് ഉൾപ്പെടെയുള്ള ആളുകളെ പല ജില്ലകളിലും ഇത്തരത്തിൽ പ്രാദേശികമായി സ്വാധീനമുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫണ്ട് പിരിവ് നടത്തിയത്. ഞാൻ ചോദിച്ചത് ഈ കോൺഗ്രസ് കൗൺസിലർ അടക്കമുള്ളവരാണോ പരാതിയുമായി പോകരുത്, ഫണ്ട് തിരിച്ചു നൽകാം എന്ന വാഗ്ദാനം ഈ പണം നഷ്ടപ്പെട്ടവർക്ക് നൽകിയത്? മനു, അതിലേക്കാണ് വരുന്നത്. ഇത്തരത്തിൽ ബുഷറ റഷീദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ ഫണ്ട് പിരിവിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവർക്ക് നേരിട്ട് ഫണ്ട് നൽകിയിട്ടുള്ള ഇത്തരക്കാർക്കാണ്. അപ്പോൾ ഈ പരാതിക്കാർ സ്വാഭാവികമായിട്ടും പരാതി നൽകേണ്ടതും ഇവർക്കെതിരാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകുക. അപ്പോൾ അത്തരക്കാരാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ പരാതികളിലേക്ക് കടക്കരുത്, ഫണ്ട് എത്രയും പെട്ടെന്ന് തങ്ങൾ പിരിച്ച ഫണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകാം എന്നൊരു ഉറപ്പാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ പരാതി എന്നൊരു ഘട്ടത്തിലേക്ക് കൊടുക്കുന്നത്. 48 പേർ ഇത്തരത്തിൽ ഈ വടക്കാഞ്ചേരി മേഖലയിൽ മാത്രം ഇത്തരത്തിലൊരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ബന്ധങ്ങൾ തന്നെയാണല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കാരണം നാട്ടിൽ ഒരു സംരംഭം വരുമ്പോൾ സ്വാഭാവികമായി ഉദ്ഘാടനം ചെയ്യപ്പെടാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊരു തട്ടിപ്പായി മാറുമ്പോൾ ആ തട്ടിപ്പിന് ഈ ഉദ്ഘാടനത്തിനപ്പുറത്തേക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ, പിന്നീട് ആ ബന്ധം തുടർന്നിട്ടുണ്ടോ എന്നതൊക്കെയാണ് പ്രശ്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ കൗൺസിലറായ ബുഷറ റഷീദ് അടക്കമുള്ളവർ ആ തട്ടിപ്പിന് പിന്നീടുള്ള സമയങ്ങളിൽ ചേർന്ന് നിന്നു എന്നതാണ്. അതല്ലേ അവിടുത്തെ പ്രശ്നം? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകളിൽ നിന്ന് പണം സമാഹരിക്കുന്നതിനും അതിന്റെ മേൽ തട്ടിപ്പ് നടത്തുന്നതിനും ഇത്തരത്തിൽ ബുഷറ റഷീദ് ഉൾപ്പെടെയുള്ളവരുടെ സഹായം ഈ പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ആളുകളിൽ നിന്ന് തന്നെയാണ് ഈ സാധാരണ ആളുകളെ വിശ്വസിപ്പിച്ചുകൊണ്ട് പണം കൈക്കലാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരും അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ വ്യാപക പോസ്റ്ററുകളാണ് കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നത് ഇത്തരത്തിൽ. എന്നാൽ ഇപ്പോൾ അത് പരാതികളിലേക്ക് കടന്നിരിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ബുഷറ റഷീദിനെതിരെ. പരാതിക്കാരിൽ തന്നെ, അതായത് പണം നഷ്ടപ്പെട്ട ചിലർ തന്നെ പരാതിയുമായി വരാനും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം പേരോടും ഇത്തരത്തിൽ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് വരും മണിക്കൂറുകളിൽ ഇതിനകത്ത് വലിയ രീതിയിലുള്ള കേസെടുക്കലോ അല്ലെങ്കിൽ പോലീസ് നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനു,
ശരി, ശരത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ കൗൺസിലർ അടക്കം വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ ആരോപണ വിധേയരായി പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യമാണ്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നതിന്റെ പേരിൽ വലിയ പ്രതിഷേധവും ബുഷറ റഷീദ് എന്ന് പറയുന്ന കൗൺസിലർക്കെതിരെ ആ പ്രദേശത്ത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും തൃശൂർ ജില്ലയിൽ ഇപ്പോൾ അനന്തകൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ 48ഓളം പേർക്ക് പണം പോയി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. പക്ഷേ ഈ ബുഷറ റഷീദ് അടക്കമുള്ളവർ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് പലരും പരാതി നൽകാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അവരുടെ വാക്കുകൾ വിശ്വസിച്ചു നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വിഷയം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഈ സംഭവം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കോൺഗ്രസ് BJP നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായി ഈ പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം എന്ന് പറയുന്നത്.